ഹലോ ഗൈസ്, എല്ലാവർക്കും അപ്പോൾ സുഖമല്ലേ? അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഒരു ഭാഗങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ച് കിളികളുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ലവ് ബേർഡ്സ് കേട്ടോ. ഞങ്ങളവിടെ ലവ് ബേർഡ്സാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. സൈഡ് ഭാഗത്തായിട്ട് മഴ പെയ്ത കാരണം അപ്പുറത്തെ പറമ്പിൽ നിന്ന് മതിലിൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മീനിനെ കാണിച്ചത്. ഈ വെള്ളത്തിലേക്ക് മീൻ നിൽക്കും കേട്ടോ. ഇതാ മീനാണ് കേട്ടോ. ഈ നിൽക്കുന്നത് മീനാണ് ഗൈസ്. അതുപോലെ ഇനി ഒരുപാട് മീനുകളൊക്കെ ഇവിടെ നിൽക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് തീരെ ഉണ്ടാവില്ല, ചില സമയത്ത് നല്ലോണം ഉണ്ടാവുക. പിന്നെ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് വെള്ളത്തിൽ ഓടിക്കളിക്കണ കുറേ മീനുകളുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എല്ലാ കാഴ്ചയിലും കാണാം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് കണ്ണാൻകുട്ടികളെയും ചെമ്മലീനെയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതട്ടോ. ചെടികളും റോസാപ്പൂവിൻ്റെ ചെടിയാണിത്. റോസ് ഉണ്ടായിട്ടില്ല, മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കറ്റാർവാഴ ഉണ്ട് കേട്ടോ. കറ്റാർവാഴയുടെ ഉള്ളിലത്തെ ജെല്ലിതാ. ഇത് തലേ തേക്കും കേട്ടോ. നമ്മൾ കുളിക്കാൻ നേരത്തൊക്കെ തലേ തേക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നന്നായിട്ട് പൂവൊക്കെ ഈ ഒരു ചെടിന്മേൽ നന്നായി പൂവ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സൈഡിൽ തന്നെ നന്നായിട്ട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളുണ്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ്. ഇതിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവും കേട്ടോ. അത് കുറച്ചും കൂടി വലുതാവാണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പൂവിടുന്ന ചെടിയുണ്ട്. ഒന്നിന്മേൽ തന്നെ പലതരം കളർ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ. റോസും വയലറ്റ് കളറും. അങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ചെടിയിൽ. പിന്നെ ഇങ്ങനെ നടന്നു പോയി കുറച്ച് കരിവേപ്പിലുണ്ട്. അങ്ങനെ ഈ ഒരു ഭാഗത്ത് കൂടി നിന്ന് തുളസി കാണാം നമുക്ക്. അങ്ങനെ പല വിധത് കൂർക്കയാണ് കേട്ടോ ഗൈസ്. ഇത് തുളസി. പിന്നെ മുളക് ഇതുണ്ടായിക്കും. വെള്ള മുളകാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാകാറ്. ഇപ്പോൾ ഒരു പച്ച പോലത്തെ ഒരു കളറ്. ഇത് പഴുത്തിട്ട് നിൽക്കണ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ മുളക് നിൽക്കണ കാണാൻ നല്ല എരിവുള്ള മുളകാണ്. പിന്നെ തക്കാളി മുളക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടമുളക് പറയും. ആ മുളകാണ് കേട്ടോ ഇത് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ ഇതാ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന വെള്ളം പോണത് ഈ ഒരു ഓവി കൂടെയാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ ചാടിയിട്ട് പോകും കേട്ടോ. കുറേ വെള്ളം പോവേ. ഇതിൽ കൂടെ കുറേ മീനുകളും പോകും കേട്ടോ. ഇതിലപ്പുറത്തേക്കൊക്കെ ആ റോസ് എങ്ങോട്ടോ ഒരു ഭാഗത്തേക്കായിട്ടാണ് പോണത്. വെള്ളം ഇങ്ങനെ അവിടുന്ന് ഒഴുകി വരും. പിന്നെ ഈ ഉണ്ടമുളക് നല്ല ഉണ്ടായിട്ട് നിൽക്കണം കാണാൻ നല്ല രസമാണ് കേട്ടോ. അതെ. പിന്നെ പോലെ അത് വീണിട്ടുണ്ട്. നന്നായി എരിവുണ്ടാവും കേട്ടോ ഈ മുളകിന്. നല്ല മണമാണ്. പിന്നെ കുറേ ചെടികളും ഇങ്ങനെ അൽക്കുലത്തെ ചെടികളുണ്ട്. പിന്നെ നേരത്തെ കാണിച്ചെന്ന പോലെ ഇവിടെയും കുറച്ച് റോസിൻ്റെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ വയലറ്റ് പൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് ചെടികൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. എന്താ പലതരത്തിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. തൂങ്ങി കിടന്നിക്കണം. മഴയൊക്കെ പെയ്ത കാരണം വെള്ളമൊക്കെ നന്നായി പോകുന്നുണ്ട്. ഇതാണ് നമ്മളെ തേന് കുടിക്കുന്ന പൂവ് കേട്ടോ. നല്ല രസമാട്ടോ. ഇപ്പം മഴ ആയ കാരണം അതിൽ പ്രാണികളൊക്കെ ചെന്ന് നിന്നിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. മധുരം ഉണ്ടാവില്ല. അപ്പം നേരത്തെ പൊട്ടിച്ചിട്ടുണ്ടാവും മുളക് നമ്മളെ കയ്യുണ്ട്. പിന്നെ അതെ കുഞ്ഞു കുഞ്ഞു മുളകുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വലുതാവും കേട്ടോ. ഇത് ഏറ്റവും വലുതാവുന്ന മുളകാണ്. പിന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ നന്നായി വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ പൂവിട്ടുണ്ട് കേട്ടോ മുളകിൻ്റെ. പിന്നെ ഇവിടെ ഇരുമ്പാമ്പുളി ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ വീടിൻ്റെ ബാക്കിലുള്ള ഒരു വെള്ളമാണ് കേട്ടോ. ഇത് തോട് പോലെയുള്ള. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ. പിന്നെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനി വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.